ഹായ് ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മുതലുള്ള വിശേഷങ്ങളാട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോഴാണ് ആ മൂഡൊക്കെ ഒന്ന് ശരിയായി വരുള്ളൂ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല. രാവിലെ തന്നെ ഒരു ചായ നിർബന്ധമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കലക്കി ചുട്ട അപ്പാട്ടം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് പയറും ആണ്, ചെറുപയർ. അപ്പോൾ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പയറും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയായപ്പോൾ ഉള്ളിയും മുളകൊക്കെ ചതച്ചിട്ട് അത് മെഴുക്ക് പുരട്ടി എടുക്കുകയാണ്. അങ്ങനെ അപ്പവും പയറൊക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ മീനാണ്, ചാള. അപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ട് പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ അതൊക്കെ ക്ലീനാക്കി കൊണ്ടുവന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ കറി വയ്ക്കാനായിട്ട് മത്തങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മത്തങ്ങ വാങ്ങിയായിരുന്നു. അപ്പോൾ അത് ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ നിന്ന് അത്ര ഒന്നും വേണ്ട, ഒരു കഷ്ണം മതി. അപ്പോൾ അതിന് ആവശ്യമുള്ളത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്ന് ടെറസിന് മുകളിലൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് കോവയ്ക്കയും കൂടി നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ കോവയ്ക്ക പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മുടെ കപ്പങ്ങ മരത്തിൽ ഒരു കപ്പങ്ങ പഴുത്ത് കിടക്കണത്. അപ്പോൾ അതും കുത്തിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞ് നല്ല വെയിലാണല്ലോ. അപ്പോൾ നല്ലൊരു ദാഹവും വിശപ്പൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും എല്ലാത്തിൻ്റെയും തോലൊക്കെ കളയാനിരിക്കുകയാണല്ലോ. അപ്പം എന്നാൽ കപ്പങ്ങയും കൂടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ മുറിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഈ കപ്പങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ പരിപ്പും മത്തങ്ങയും കൂടി കറി വയ്ക്കാനാണ്. അപ്പോൾ ഈ പരിപ്പ് കണ്ട്, ഇത് മസൂർ ദാലിൻ്റെ തന്നെ തീരെ കനം കുറഞ്ഞ പരിപ്പാണ്. ഈ പരിപ്പ് നമുക്ക് ഏത് കഷ്ണങ്ങളുടെ കൂടെയാണോ സാമ്പാറൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ ഒപ്പിട്ട് വേവിക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അത് തീർന്നപ്പോൾ ഞാൻ പുതിയത് പൊട്ടിച്ചിട്ടപ്പോൾ ഇത് വേറൊരു മോഡലാട്ടോ. മസൂർ ദാൽ തന്നെ മുഴുവൻ ടൈപ്പിൽ കുഞ്ഞ് പരിപ്പ്. അപ്പോൾ മസൂർ ദാലിൻ്റെ വലുതുണ്ട്, പിന്നെ തീരെ കനം കുറഞ്ഞതുണ്ട്, പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി കനത്തിലുള്ളത്, അങ്ങനെ പല വലിപ്പത്തിൽ ഈ മസൂർ ദാൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതൊന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ എന്താ മത്തങ്ങയൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പരിപ്പ് വേവിക്കാനായിട്ട് പരിപ്പും മത്തങ്ങയും കൂടി ഒരുമിച്ച് തന്നെയാട്ടോ വേവിക്കണത്. ഇത് അധികം വേവുള്ള പരിപ്പല്ല. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കീറിയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് ചോറിന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറിയൊക്കെ വയ്ക്കാൻ മടിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഈ കുക്കറിൽ ഒരു 3 വിസിലോ 2 വിസിലോ അടിച്ചു കഴിഞ്ഞാൽ മത്തങ്ങയും പരിപ്പും വെന്ത് കിട്ടും. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിൽ കടുകും ജീരകം ഇടണം കേട്ടോ, നല്ല ജീരകം. കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ച് ഒരു 2-3 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് വേപ്പില ഇട്ടിട്ട്, പിന്നെ ഒരു പേരിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, നമ്മൾ എരിവിന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഊണ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇപ്പം മത്തങ്ങയുടെയൊക്കെ സീസണാണ്. മത്തൻ കിട്ടുമ്പോൾ ഇങ്ങനെ കറി വെച്ച് നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ ഈ കറിയിലേക്ക് നമ്മളിത് താളിച്ചത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൊഴുപ്പ് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കൊഴുത്തായിരിക്കും ചിലപ്പോൾ ഇരിക്കണത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല കൊഴുത്ത കറിയായിരിക്കും. സൂപ്പർ കറിയാണ്. അപ്പോൾ പരിപ്പും മത്തങ്ങയും കറി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ കോവയ്ക്ക ഞാൻ ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞ് പച്ചമുളകും കീറിയിട്ടിട്ട് വേപ്പില ഇട്ടിട്ട് വെറുതെ ഒന്ന് മെഴുക്ക് പുരട്ടി എടുത്തായിരുന്നു കേട്ടോ, ആ ചീനച്ചട്ടിയിൽ തന്നെ. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് അപ്പുറത്തുള്ള അടുപ്പിൽ വെച്ചിട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണ്ടായി. അങ്ങനെ മീനും ഫ്രൈ ചെയ്ത് എല്ലാം ആവശ്യത്തിനുള്ളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഊണൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം ഒരു ലൈറ്റായിട്ടൊരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായി. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല, പറ്റൂല. അപ്പോൾ പിന്നെ ബിസ്ക്കറ്റും ചായയും മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് രാവിലെ മുറ്റടിച്ചായിരുന്നു. പക്ഷേ മുറ്റത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കെട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സ്ഥലങ്ങളുണ്ട്. അവിടെയാണെങ്കിൽ കുറേ കരിയില ചാടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ മരത്തിൽ നിന്ന് ഇങ്ങനെ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അതടിക്കണം എന്ന് ഞാൻ രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിനൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ പൂക്കളെ കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട്